നമസ്കാരം. ഞാൻ ഡോക്ടർ ടെനി. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാതമുള്ള പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡയറ്റ് ഫോളോ ചെയ്താൽ നമ്മൾക്ക് ഒരു പരിധി വരെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഇനി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള സന്ധിവാതമുള്ള പേഷ്യൻസിനാണെങ്കിൽ തന്നെയും അതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ പറ്റുകയും ചെയ്യും. അപ്പം ഈ ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതായത് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതായിരിക്കണം. ബോൺ ഹെൽത്തിനും പിന്നെ മസിൽസിനും ഒക്കെ ആവശ്യമായിട്ടുള്ള മിനറൽസ് ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങളായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഫ്രൂട്ട്സിൽ പറയുകയാണെങ്കിൽ ബെറീസ് ആണ്. ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, സ്ട്രോബെറി അതുപോലുള്ള ബെറീസ് നമ്മൾ ഉൾപ്പെടുത്തണം. അത് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഒക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് ഈ ബെറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഉൾപ്പെടുത്തണം. അടുത്തതായിട്ട് വാഴപ്പഴമാണ്. വാഴപ്പഴത്തിൽ ധാരാളം മഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ബോൺ ഡെൻസിറ്റി ഒക്കെ കൂട്ടാൻ ഇത് സഹായിക്കും. ഇനി കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും നല്ലതാണ്. അടുത്തതായിട്ട് മീനാണ്. അതായത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഫാറ്റി ഫിഷ് കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ അയല, മത്തി, പിന്നെ സാൽമൺ പോലുള്ള മീനുകൾ ഉൾപ്പെടുത്തണം. പിന്നെ ഒരെണ്ണമാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ഗ്രീൻ ടീ നമ്മളുടെ കാർട്ടിലേജിനൊക്കെ വരുന്ന നാശത്തെ തടയാൻ ഗ്രീൻ ടീ വളരെയധികം സഹായിക്കും. ഇൻഫ്ലമേഷനെയൊക്കെ കുറയ്ക്കാനും ഗ്രീൻ ടീ സഹായിക്കും. പിന്നെ ഉള്ളതാണ് സിട്രസ് ഫ്രൂട്ട്സ്. അതിനകത്ത് ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഓറഞ്ച് പോലുള്ള സിട്രസ് ഫ്രൂട്ട്സ് കഴിച്ചാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ തടയാൻ സഹായിക്കും. അടുത്തതായിട്ട് പീനട്ട് ബട്ടറാണ്. പീനട്ട് ബട്ടറിൽ ധാരാളം വിറ്റമിൻ B3 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെയൊക്കെ തടയാൻ പീനട്ട് ബട്ടർ സഹായിക്കും. പീനട്ട് ബട്ടർ അല്ലെങ്കിൽ നമുക്ക് കപ്പലണ്ടി അല്ലാതെയും കഴിക്കാൻ പറ്റും. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇലക്കറി, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. അതിൽ ധാരാളം വിറ്റമിൻ ഇ, വിറ്റമിൻ സി, വിറ്റമിൻ കെ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സന്ധികളുടെ കോശങ്ങളെ കേടുപാടുകളിൽ നിന്നുമൊക്കെ രക്ഷിക്കാൻ സഹായിക്കും. അടുത്തത് നട്ട്സ് ആണ്. മിതമായിട്ടുള്ള അളവിൽ എല്ലാ ദിവസവും നട്ട്സ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതിനകത്ത് ഏറ്റവും നല്ലത് വാൾനട്ട് തന്നെയാണ്. നട്ട്സിനകത്താണെങ്കിൽ അല്ലെങ്കിൽ വാൾനട്ടിനകത്താണെങ്കിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. സെലിനിയം റിച്ച് ആണ്. പിന്നെ അത് ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയും ഉണ്ട്. അതുപോലെ തന്നെ ഒലിവ് ഓയിൽ നമുക്ക് നല്ലതാണ്. ഒലിവ് ഓയിൽ കുക്ക് ചെയ്യരുത്. അല്ലാതെ 1 ടീസ്പൂണ് സാലഡിൻ്റെ കൂടെ ഒക്കെ ഒഴിച്ച് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ തൈരാണ്. തൈര് ഡയറ്റിൽ ഉൾപ്പെടുത്താം. പിന്നെ മഞ്ഞളാണ്. മഞ്ഞൾ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. മഞ്ഞൾ നമ്മൾ എന്തായാലും കറികൾക്കൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അല്ലാതെ നമുക്കിപ്പം പാലിൽ തിളപ്പിച്ച് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1 പിഞ്ച് മഞ്ഞളിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് ഉഴുന്നാണ്. ഉഴുന്നും എല്ലുകളുടെ ബലത്തിനൊക്കെ നല്ലതാണ്. അപ്പം ഇതാണ് ശരിക്കും ഇതിലെ കുറച്ച് ഡയറ്റിൽ നമ്മൾ ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാൽ നമ്മൾക്ക് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സന്ധിവാതം ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ അതുമൂലം ഉണ്ടാവുന്ന വേദനകൾ അല്ലെങ്കിൽ പുകച്ചിൽ അതൊക്കെ മാറ്റാനും സഹായിക്കും. നമ്മളുടെ പേശികൾക്ക്, എല്ലിൻ്റെ ബലത്തിനുമൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക. താങ്ക് യു സോ മച്ച്.